കൊല്ലം ജില്ലയിലെ രണ്ടാം ദിവസത്തെ പര്യടനത്തിലും കേന്ദ്ര സർക്കാരിനും ഗവർണർക്കുമെതിരെ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. ജില്ലയിൽ 2 ദിവസമായി തുടരുന്ന നവകേരള സദസ്സ് നാളെ സമാപിച്ച് തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കും. അമൽലാൽ പാടിച്ചാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 3 ദിവസങ്ങളായി കൊല്ലം ജില്ലയിൽ നിശ്ചയിച്ച നവകേരള സദസ്സിന്റെ 2 ദിവസത്തെ പര്യടനം വിജയകരമായ രീതിയിൽ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് രാവിലെ കരുനാഗപ്പള്ളിയിൽ നിന്നുമായിരുന്നു പര്യടനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം ചവറ, കുണ്ടറ, ഏറ്റവും ഒടുവിലായി കൊല്ലം മണ്ഡലത്തിലായിരുന്നു ഇന്നത്തെ സദസ്സ് സമാപിച്ചത്. ഇന്ന് രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രധാനമായും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജില്ലക്കകത്തെ കശുവണ്ടി മേഖലയിലെയും ഒപ്പം തന്നെ കയർ മേഖലയിലെയും തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആദ്യഘട്ടത്തിൽ കൊല്ലം ജില്ലയിൽ കശുവണ്ടി മേഖലയിൽ ഫാക്ടറികൾ തുറന്നു പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച വാഗ്ദാനമായിരുന്നു ജില്ലയിലെ കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിക്കും എന്നുള്ളത്. അത് നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചു എന്ന കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ 2 മേഖലയിലും ഉള്ള തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകുവാൻ സർക്കാരിന് സാധിച്ചിരുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം ഗവർണർ കോഴിക്കോട് ജില്ലയിലെ മിഠായി തെരുവിൽ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ ജനങ്ങൾ ഇരു കൈയും നീട്ടിയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കേരള ജനതയുടെ മനസ്സാണ് അവിടെ കാണുവാൻ വേണ്ടി സാധിച്ചത്. ആര് വന്നാലും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന മനസ്സാണ് കേരള ജനതയ്ക്കുള്ളത്. സമാധാന അന്തരീക്ഷം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ആ ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കുവാൻ വേണ്ടിയാണ് ഗവർണർ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഓരോ വേദികളിലും കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഓരോ കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങളും കേരള സർക്കാരിന് തരുന്നില്ല. ദരിദ്രരെ അതിദരിദ്രരായി കൊണ്ടുപോവുകയും സമ്പന്നരെ അതിസമ്പന്നരാക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തോട് ഒരു താല്പര്യവും നിലവിൽ കേന്ദ്ര സർക്കാരിനില്ല. അതിനാൽ തന്നെ കേരളത്തിന് ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നും ഇദ്ദേഹം സൂചിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളായിരുന്നു ഇന്ന് പ്രധാനമായും ഓരോ വേദികളിലും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും സൂചിപ്പിച്ചത്. അതേസമയം തന്നെ ഇത്തരത്തിൽ നവകേരള സദസ്സ് മുന്നോട്ട് പോകുമ്പോഴും പ്രതിഷേധങ്ങൾ ഒരു ഭാഗമായി കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇന്നും കരുനാഗപ്പള്ളിയിലേക്കുള്ള യാത്രാമധ്യേ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനു നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പം മറ്റു മണ്ഡലങ്ങളിലും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് ഉണ്ടാകും എന്ന ആ ഒരു അറിവിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ നടപടികളൊക്കെ തന്നെയും സുരക്ഷാ സേന ഒരുക്കിയിരുന്നു. നാളെ ഒരു ദിവസം കൂടിയാണ് ഇത്തരത്തിൽ കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സ് പുരോഗമിക്കുക. അതോടുകൂടി 13 ജില്ലകളിലും നവകേരള സദസ്സ് സമാപിക്കും. ഏറ്റവും അവസാനമായി 14ാമത്തെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലേക്ക് മറ്റന്നാളോടുകൂടി നവകേരള സദസ്സ് പ്രവേശിക്കും.